പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, പുതിയ ഉറുദു പാഠപുസ്തകം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഉറുദു USS എക്സാമാണ് ഇന്ന് നടന്നത്. USSലെ 15 ചോദ്യങ്ങളിൽ ഏതെല്ലാം നിങ്ങളെ പ്രയാസപ്പെടുത്തി, ഒരുപാട് മികച്ച എളുപ്പമുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളിൽ എത്രത്തോളം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഒന്ന് പരിശോധിക്കാം. പഹല സവാൽ, സഹീ ജുംല कौन सा है? नंदू 7वीं जमात में पढ़ता हूँ. नंदू 7वीं जमात में पढ़ता है. नंदू 7वीं जमात में पढ़ती हो. नंदू 7वीं जमात में पढ़ते हो. ഇവയിൽ ശരിയായ സെൻറ്റൻസ് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഫായില് നന്ദു ആണ്. നന്ദു ഒരു ആൺകുട്ടിയുടെ പേരാണ്. അതുകൊണ്ട് തന്നെ നന്ദു 7वीं ജമാഅത്ത് മേ പഠിത്താ ഹെ എന്ന ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മേ വരുമ്പോൾ മാത്രമാണ് ഹൂം വരിക. അതുപോലെ തും വരുമ്പോഴാണ് ഹോ എന്നുള്ളത് വരിക. പിന്നെ പഠിത്തി എന്നത് എന്തായാലും വരില്ല, പഠിത്തേ എന്നതും വരില്ല. കാരണം നന്ദു എന്നത് ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നന്ദു 7वीं ജമാഅത്ത് മേ പഠിത്താ ഹെ, നന്ദു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നത് ബി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ലഫ്സ് രാജധാനി മേ കിത്തനെ ഹുറൂഫ് ഹൈ? ലഫ്സ് രാജധാനി എന്നതിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് 8, 7, 9, 6. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാജധാനി എന്നതിനെ പിരിച്ച് എഴുതി നോക്കുക. അതിലെ ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് 8 എന്ന ഉത്തരം കിട്ടും. റേ, അലിഫ്, ജീം, ദാല്, ഹ, അലിഫ്, നൂന്, യാ. ഇങ്ങനെ നോക്കുമ്പോൾ 8 അക്ഷരങ്ങളുണ്ട്. ഓപ്ഷൻ എ 8 ആണ് ശരിയായ ഉത്തരം. സവാൽ നമ്പർ 3, തും മുझे खून दो, मैं तुम्हें आज़ादी दूँगा, ये किसका नारा है? तुम मुझे खून दो, मैं तुम्हें आज़ादी दूँगा, ये किसका नारा है? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആര് പറഞ്ഞതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ അബുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി ഭഗത് സിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. നമ്മുടെ പാഠഭാഗത്ത് പഠിച്ചതാണ് തും മുझे खून दो, मैं तुम्हें आज़ादी दूँगा. ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഡാഷ് के लिए क़ुव्वत बख्श ग़ज़ा की ज़रूरत है. ഡാഷിന് വേണ്ടി ഖുവത്ത് ബഖ്ഷ് ഗസ കി സറൂറത്ത് ഹെ, ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. പോഷകസമ്പൂർണമായ ഭക്ഷണത്തിൻ്റെ ആവശ്യം താഴെ പറയുന്നവയിൽ ഏതിനാണ് ഉള്ളത്? ഓപ്ഷൻ എ സിഹത്ത്, ഓപ്ഷൻ ബി ഫിത്രത്ത്, ഓപ്ഷൻ സി മുഹബ്ബത്ത്, ഓപ്ഷൻ ഡി ഹിമ്മത്ത്. ആരോഗ്യത്തിനാണ് ഖുവത്ത് ബഖ്ഷ് ഗസയുടെ സറൂറത്തുള്ളത്. ഓപ്ഷൻ എ സിഹത്ത് എന്നതാണ് ശരിയായ ഉത്തരം. ഫിത്രത്ത് പറഞ്ഞാൽ പ്രകൃതിയാണ്, മുഹബ്ബത്ത് പറഞ്ഞാൽ സ്നേഹമാണ്, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. എന്നാൽ ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ സറൂറത്തുള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ സിഹത്ത്, ആരോഗ്യം എന്നതാണ് ശരിയായ ഉത്തരം. സവാൽ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം, ഇൻമേ ഏക്ക് കേരള ക ഫൻ നഹി ഹെ. താഴെ കൊടുത്തവയിൽ ഒന്ന് കേരളത്തിലെ കല അല്ല. ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി ഒപ്പന, ഓപ്ഷൻ സി തിരുവാതിരക്കളി, ഓപ്ഷൻ ഡി ഒഡീസി. ഈ 4 ഏതാണ് കേരളത്തിൽ ഇല്ലാത്ത കല? വളരെ വ്യക്തമാണ്. ഓപ്ഷൻ ഡി ഒഡീസി. ഒഡീസി എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ഒഡീസി. സവാൽ നമ്പർ 6, ആറാമത്തെ ചോദ്യം, സുത്തൂൻ ജൈസ പാവ് ഹെ.
തൂണ് പോലെയുള്ള കാലാണ്. ഛോട്ടി സി ദോ ആങ്കേ ഹെ, ചെറിയ 2 കണ്ണുകളുണ്ട്. ലംബി സി ഏക്ക് നാക്ക് ഹെ, നീളമേറിയ ഒരു നാക്കുണ്ട്, ഒരു മൂക്കുണ്ട്. ബോലോ ബോലോ മേ കോൻ ഹോ, ഞാൻ ആരാണ് എന്ന് പറയാമോ. അവ നല്ല തൂണ് പോലെയുള്ള കാല്, ചെറിയ 2 കണ്ണുകൾ, നീളമേറിയ നാക്ക് മൂക്കുള്ള ഞാൻ ആര് എന്നതാണ്. അപ്പോൾ 4 ഓപ്ഷൻ നോക്കിയാൽ കൗവ, ഘോഡ, കോയൽ, ഹാത്തി. കൗവ വളരെ ചെറുതാണ്, തൂണ് പോലെയുള്ള കാലില്ല. ഘോഡക്കും ഇല്ല. ഘോഡ പറഞ്ഞാൽ കുതിരയാണ്. പിന്നെ കോയൽ പറഞ്ഞാൽ കുയിലാണ്. ഓപ്ഷൻ ഡി ഹാത്തി, ആന. അപ്പോൾ ആനയാണ് കൂട്ടത്തിക്ക് ഏറ്റവും വലുത്, ചെറിയ കണ്ണുള്ളത്, നല്ല നീളമുള്ള മൂക്കുള്ളത്. അപ്പോൾ മുകളിലുള്ള ഇഷാരകൾ മുഴുവനും സ്യൂട്ടബിൾ ആകുന്നത് ഓപ്ഷൻ ഡി ഹാത്തി, ആന എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ഹാത്തിയാണ് ശരിയായ ഉത്തരം. सवाल नंबर 7 आगरा में जमुना नदी के किनारे वाक़ दुनिया की मशहूर तारीख़ी इमारत है. ആഗ്രയിൽ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ കെട്ടിടം ഏത്? ഓപ്ഷൻ എ ചാർമിനാർ, ഓപ്ഷൻ ബി ഖുത്ബ് മിനാർ, ഓപ്ഷൻ സി ലാൽ ഖില, ഓപ്ഷൻ ഡി താജ്മഹൽ. ചാർമിനാർ ഹൈദരാബാദിലാണ്, ഖുത്ബ് മിനാർ ഡൽഹിയിലാണ്, ലാൽ ഖിലയും അഥവാ ചെങ്കോട്ടയും ഡൽഹിയിലാണ്. അപ്പോൾ ചാർമിനാർ ഹൈദരാബാദ്, മറ്റ് 2 ഡൽഹി, താജ്മഹൽ ആഗ്രയിലാണ്, യമുന നദീ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി താജ്മഹൽ എന്നതാണ് ശരിയായ ഉത്തരം. സവാൽ നമ്പർ 8, ചോദ്യം നമ്പർ 8 അമൻ കാ ഹം ആവാസ് ലഫ്സ് കോൻസാ ഹെ. അമൻ എന്നതിൻ്റെ സമാന ശബ്ദപദം ഏതാണ്? ആ മ നെ. ഓപ്ഷൻ എ ആങ്കൺ, ഓപ്ഷൻ ബി സാവൻ, ഓപ്ഷൻ സി ചമൻ, ഓപ്ഷൻ ഡി സാബൻ. അമൻ ചമൻ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ചമൻ എന്നതാണ് ഉത്തരം. അഗല സവാൽ നമ്പർ 9, ചോദ്യം നമ്പർ 9 ട്രാഫിക് മേ ലാൽ സിഗ്നൽ കിസ്കാ നിശാൻ ഹെ. ട്രാഫിക് മേ ലാൽ സിഗ്നൽ കിസ്കാ നിശാൻ ഹെ. ട്രാഫിക്കിൽ ചുവപ്പ് സിഗ്നൽ എന്തിൻ്റെ അടയാളമാണ്, എന്തിൻ്റെ പ്രതീകമാണ്? ഓപ്ഷൻ എ ചൽനേക്ക, അഥവാ സഞ്ചരിക്കാനുള്ള, പോവാനുള്ള. 2 ഓപ്ഷൻ ബി സഡക് പാർ കർനേക്ക, റോഡ് മുറിച്ച് കടക്കാനുള്ള സിഗ്നലാണ്. ഓപ്ഷൻ സി രുക്കിനേക്ക, വാഹനം നിർത്താനുള്ള സിഗ്നലാണ്. ഓപ്ഷൻ ഡി ആകെ ചൽനേക്ക, മുന്നോട്ട് പോവാനുള്ള. അപ്പോൾ നമുക്കറിയാം ട്രാഫിക്കിനെ കുറിച്ച് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ ലാൽ സിഗ്നൽ, രുക്കിനേക്ക, ഓപ്ഷൻ സി ആണ് ഉത്തരം. അഗല സവാൽ നമ്പർ 10, ചോദ്യം നമ്പർ 10 യൗമെ അത്ഫാൽ കിസ് ദിൻ മനായ ജാത്താ ഹെ. യൗമെ അത്ഫാൽ ശിശുദിനം എന്നാണ് ആഘോഷിക്കുന്നത്. 15 അഗസ്റ്റ്, 14 നവംബർ, 9 നവംബർ, 26 ജനുവരി. ഇവയിൽ നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി 14 നവംബർ, നവംബർ 14 അഗല സവാൽ നമ്പർ 11 बरसात सिर पे आई, काली गठाए लाई, घिर घिर के आए बादल, हर सिमत छाए बादल, बारिश के बारे में लिखा हुआ ये शेर किसका है? ഇത് നമ്മൾ പഠിച്ച പാടാണ്. ബർസാത്ത് സിർപ്പെ ആയി എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ബാരിഷിനെ കുറിച്ചുള്ള പദ്യമാണ്. ഈ വരികൾ എഴുതിയത് ആര് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പഹല ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷന് ജഫർ ഗോരഖ്പൂരിയാണ്. ഓപ്ഷൻ ബി അല്ലാമ ഇഖ്ബാലാണ്. ഓപ്ഷൻ സി മൗലാന അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. ഓപ്ഷൻ ഡി ബ്രജ നാരായൺ ചെക്പസ്ത്. അപ്പോൾ ജഫർ ഗോരഖ്പൂരി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഡോസിയെക്കുറിച്ചുള്ള പദ്യം എഴുതിയത്. ബ്രജനാരായൺ ചെക്പസ്ത് ഇന്ത്യയെക്കുറിച്ചുള്ള പദ്യം എഴുതിയത് ചെക്പസ്തായിരുന്നു. എന്നാൽ ബാരിഷിനെ കുറിച്ചുള്ള ഈ പദ്യം എഴുതിയിട്ടുള്ളത് അൽതാഫ് ഹുസൈൻ ഹാലി. ഓപ്ഷൻ സി അൽതാഫ് ഹുസൈൻ ഹാലി എന്നതാണ് ശരിയായ ഉത്തരം. അഗല സവാൽ
സവാൽ നമ്പർ 12, ചോദ്യം നമ്പർ 12 എണ്ണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1 കിലോ ടമാട്ടർ കാ ദാം 25 രൂപയെ ഹേ. 1 കിലോ ടമാട്ടറിൻ്റെ വില 25 രൂപയാണ്. 25 എന്ന് പറഞ്ഞാൽ 25 രൂപയാണെങ്കിൽ 2 കിലോ കാ കിത്തന ദാം ഹേ, 2 കിലോക്ക് എത്ര രൂപയായിരിക്കും എന്നതാണ് ചോദ്യം. 49 49, 50 50, 29 29, 30 30. എണ്ണൽ സംഖ്യ പഠിച്ചു വെക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഓപ്ഷൻ ബി 50 എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 13, ഖുദാ കി അപ്നി ബസ്തി കെ നാം സെ കോൻ സി റിയാസത്ത് മഷൂർ ഹെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ പ്രസിദ്ധമായത് ഏത് സ്റ്റേറ്റാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി കശ്മീർ, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി ഗുജറാത്ത്. നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഖുദാ കി അപ്നി ബസ്തി കേരളയാണ്. ഉത്തരം ഓപ്ഷൻ സി കേരള എന്നതാണ്. അഗല സവാൽ, സവാൽ നമ്പർ 14, കുടുംബശ്രീ ഡैश को बढ़ावा देने का एक സർക്കാരി മൻസൂബ है. കുടുംബശ്രീ ആരെ ഉയർത്താനുള്ള ഒരു സർക്കാർ പദ്ധതിയാണ്. അത് നമ്മൾ കുടുംബശ്രീയുടെ ഒരു പാഠം പഠിച്ചിരുന്നു. ആ പാഠത്തിലെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ കുടുംബശ്രീ ഔറത്തോं का एक അഞ്ജുമൻ ഹെ എന്നതാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ എന്നത് ഔറത്തോं को बढ़ावा देने का एक സർക്കാരി മൻസൂബ ഹെ എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ഔറത്തോം, ഓപ്ഷൻ ബി ബച്ചോ, ഓപ്ഷൻ സി ജവാനോ और ഓപ്ഷൻ ഡി ബൂഢോ. ഇവയിൽ ഓപ്ഷൻ എ ഔറത്തോ എന്നതാണ് ശരി. 15ാമത്തെ ചോദ്യം, ഇൻമേ പട്ടരി പർ ചലനെ വാലി ഗാഡി ഹെ. താഴെ കൊടുത്തയിൽ പട്ടരിയിലൂടെ പോകുന്ന വാഹനം ഏത് എന്നതാണ്. പട്ടരി പർ, പട്ടരിക്ക് മുകളിലൂടെ ചലിക്കുന്ന ഓടുന്ന വാഹനം ഏത്? ബൈൽഗാഡി, ബൈൽഗാഡി പറഞ്ഞാൽ കാളവണ്ടി. ഗോഡാഗാഡി പറഞ്ഞാൽ കുതിരവണ്ടി. യക്കാഗാഡി ഓർ ലാസ്റ്റ് വൺ റെയിൽ ഗാഡി. പട്ടരി എന്ന് പറഞ്ഞാൽ അർത്ഥ റെയിൽപ്പാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തിരയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് ഡി റെയിൽ ഗാഡി എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. 15 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ കഴിഞ്ഞു? ഏറ്റവും സിമ്പിളായ ചോദ്യം ഏത്? ഏറ്റവും പ്രയാസപ്പെടുത്തിയ ചോദ്യം ഏത്? തുടങ്ങിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ശുക്രിയ. ഖുദാ ഹാഫിസ്.